UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ തത്സമയം ഇല്ല, അത് ഞാൻ ആ യോഗത്തിൽ പോയ ഒരാളല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അസ്വാരസ്യം ഉള്ളതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആ അസ്വാരസ്യം അങ്ങനെ ഒരെണ്ണം ഉണ്ടായതായിട്ട് അല്ലെ, ഇപ്പോൾ നിങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുന്നുവെങ്കിലും അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. MP ജയരാജനല്ലേ? ഏത് MP ജയരാജനാ? അല്ല, ഏതിന് ജയരാജനാ? EP ജയരാജനാണോ, MP ജയരാജനാണോ, P ജയരാജനാണോ? MP ജയരാജൻ. MP ജയരാജൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാണ്. പക്ഷേ സാധാരണഗതിയിൽ ഈ മൺമറഞ്ഞു പോയ ആളുകളെക്കുറിച്ച് ഇതുപോലെ മര്യാദഘട്ട വർത്തമാനങ്ങൾ പൊതുപ്രവർത്തകർ ഉപയോഗിക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ മര്യാദയുടെ ഭാഗമായി തന്നെ നമ്മളതിനെ കാണുക. ആ മര്യാദകൾ ഉണ്ട് എങ്കിൽ ഒരിക്കലും അദ്ദേഹം അത് അത്തരത്തിൽ ചിന്തിക്കാനോ അല്ല അത്തരത്തിൽ വർത്തമാനം പറയാനോ തയ്യാറായില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തിൽ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊള്ളാം. കേൾക്കുന്നില്ല. ആ അല്ല, എന്താ വെച്ചേ? അത് LDF സ്ഥാനാർത്ഥി പറഞ്ഞോ? LDF സ്ഥാനാർത്ഥിയും ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFും BJPയും തമ്മിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ 2ാം തവണ അധികാരത്തിൽ വന്നത്. അപ്പോൾ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി നിന്നു. അത് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് ആ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. എന്തായാലും അത് നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുകയാണ്, ഇവിടെ നിന്ന് UDFിൽ നിന്ന് അങ്ങോട്ട് സ്ഥാനാർത്ഥിയെ കൊടുത്തു. ഞങ്ങൾക്ക് അതല്ല ജോലി, ഞങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായി എത്രയോ ജോലികൾ ഇവിടെ നിറവേറ്റാറുണ്ട്, എത്രയോ ചുമതലകൾ നിറവേറ്റാറുണ്ട്. അത് ഈ 19-ാം തീയതി വരെ ഞങ്ങളുടെ ആ ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട്. ഇല്ല, അതേക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയില്ല. ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് കേരളത്തിൽ. പക്ഷേ 47 മിനിറ്റ് പ്രസംഗത്തിൽ എവിടെയും കേരളത്തിലെ പ്രതിപക്ഷത്തെ കുറിച്ച് പറഞ്ഞില്ല. MP കുഞ്ഞുമാഷ് പറഞ്ഞു, മറ്റെല്ലാവരും പറഞ്ഞു. മാത്രമല്ല, ഒരു വഞ്ചനയുടെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വാരികുന്നല്ല എത്തുകയും ചെയ്തു. അപ്പം ഈ UDF എടുത്ത നിലപാടിന് CM അംഗീകരിക്കണം. അല്ല, അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതേക്കുറിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.